നമസ്കാരം. കഴിഞ്ഞ 2 മാസമായി US-ഇറാൻ സംഘർഷം മൂലം ഇന്ത്യൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും വളരെയധികം വോളറ്റൈലായിരുന്നു. റീസെൻ്റ്ലി ഇറാനും US-ഉം സീസ് ഫയർ അഗ്രിമെൻറ്റിൽ എത്തിയതോടുകൂടി മാർക്കറ്റിൽ ഒരു റിക്കവറി വരികയും ചെയ്തു. റിക്കവറി വന്ന സാഹചര്യത്തിൽ ബ്രോഡർ മാർക്കറ്റിനേക്കാളും മികച്ച പെർഫോമൻസും മികച്ച റിക്കവറിയും വന്നത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിലാണ്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് 14% ബോട്ടം ലെവലിൽ നിന്നും റിക്കവറായത്. അതേസമയം സെൻസെക്സും നിഫ്റ്റിയും ബോട്ടം ലെവലിൽ നിന്നും 7%-അടുത്തായിട്ടാണ് റിക്കവറായത്. ഇവിടെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ കഴിഞ്ഞ 2 വർഷമായി റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റാണ് കാഴ്ചവെക്കുന്നത്. 11,000-നും 13,000-നും ഇടയിലാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോഴത്തെ പ്രസൻറ്റ് സീനറിയോയിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത, റേഞ്ച് ബ്രേക്കൗട്ട് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയില്ല എങ്കിലും ബോട്ടം ലെവലിൽ നിന്നും പല സ്റ്റോക്കുകളും മികച്ച റിട്ടേൺ തരാൻ ശേഷിയുണ്ടെന്ന് നവോമി ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നു. സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഇൻഡെക്സ് തന്നെ അട്രാക്റ്റീവ് വാല്യുവേഷനിൽ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല സ്റ്റോക്കുകളും ലോങ് ടൈം ആവറേജ് റേഞ്ചിന് താഴെയാണ് ലഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിലെ സ്റ്റോക്കുകളെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് അതിൻ്റെ ലോങ് ടൈം PB വാല്യൂവിനും താഴ്ന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നത്. നവോമ എന്ന ബ്രോക്കേജ് ഏജൻസി ഈ സെക്ടറിലെ, അതായത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ പല സ്റ്റോക്കുകളെയും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നവോമയുടെ ടോപ്പ് പിക്ക് നമ്മൾ പരിശോധിച്ചാൽ ഡ്യൂറേബിൾ, കെമിക്കൽ, IT, ഓട്ടോ ആൻസിലറി തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് മികച്ച റിട്ടേൺ തരുന്നതിന് വേണ്ടി നവോമ പിക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ JK സിമെൻറ്റ്, പേജ് ഇൻഡസ്ട്രീസ്, ACME സോളാർ ഹോൾഡിംഗ്, ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്, ആരതി ഇൻഡസ്ട്രീസ്, PG ഇലക്ട്രോപ്ലാസ്റ്റ് തുടങ്ങിയ സ്റ്റോക്കുകളെ സിക്ലിക്കൽ കാറ്റഗറിയിലും യൂണോമിൻഡ, ഫിനിക്സ് മിൽസ്, കൊറോമണ്ടൽ ഇൻ്റർനാഷണൽ, APL അപ്പോളോ ട്യൂബ്, മാക്സ് ഫിനാൻഷ്യൽ സർവീസ്, കോഫോർജ്, ഗ്രാവിറ്റ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളെ കൺസിസ്റ്റൻ്റ് കോമ്പൗണ്ടർ കാറ്റഗറിയിലുമാണ് നവോമ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള IT സെക്ടറിലെ ഒരു സ്റ്റോക്കായ ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കൂടി പരിചയപ്പെടാം. ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ADR വെർഷൻ നമ്മൾ പരിശോധിച്ചാൽ ഇൻഫോസിസ് 6%-ഓളം ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഇൻഫോസിസിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് പരിശോധിക്കാം. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 21% വർദ്ധിച്ച് 7,033 കോടിയിൽ നിന്നും 8,501 കോടിയായി ഉയർന്നിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് 6,684% നിന്നും 6,654 കോടിയിൽ നിന്നും 27.8% വർദ്ധിച്ച് 8,501 കോടിയായി ഉയർന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് മികച്ചതാണ്. കൺസോളിഡേറ്റഡ് റവന്യൂ ഇയർ ഓൺ ഇയറിൽ 13.4%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 2% വർദ്ധിച്ച് 46,402 കോടിയായി മാറിയിട്ടുണ്ട്. റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റ് ആണെന്ന് പറയാം. ഇനി കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഇയർ ഓൺ ഇയറിൽ 4.1%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1.3% ഇടിയുകയും ചെയ്തു. അതായത് കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 13.6%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 16.6% ഉയർന്നെങ്കിലും ഓപ്പറേറ്റിംഗ് മാർജിൻ ഇയർ ഓൺ ഇയറിൽ ഏറെക്കുറെ ഫ്ലാറ്റാണ്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 2.6% ഉയർന്നു. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കിയാൽ നെറ്റ് പ്രോഫിറ്റ് 10.2% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 29,440 കോടിയായി മാറി. റവന്യൂ 9.6% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 1,78,650 കോടിയായി മാറി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 5.3%, ഓപ്പറേറ്റിംഗ് മാർജിൻ 20.3%-ൽ നിന്നും 0.8%-ലേക്ക് ഇടിയുകയുമാണ് ചെയ്തത്. ഇനി ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ ചില പ്രധാന ഹൈലൈറ്റുകൾ കൂടി മനസ്സിലാക്കാം. ഒന്ന്, ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി 25 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ജൂൺ 10 ഡിവിഡൻഡ് ജൂൺ 25 ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയേക്കും. രണ്ടാമത്തേത്, ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ ഉയർന്നെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇൻഫോസിസിൻ്റെ ഗ്രോത്ത് ഗൈഡൻസ് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ഗ്രോത്ത് ഗൈഡൻസ് ആണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2 മുതൽ 4% ഗ്രോത്ത് ഗൈഡൻസ് ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇൻഫോസിസ് പുറത്തുവിട്ടിരിക്കുന്ന ഗ്രോത്ത് ഗൈഡൻസ് 1.5 മുതൽ 3.5% ഗ്രോത്ത് ഗൈഡൻസ് ആണ്. അതായത് വരും സമയങ്ങളിലും സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ കമ്പനി അണ്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കമ്പനിയുടെ പ്രൊമോട്ടറും മാനേജ്മെൻറ്റും ഗ്രോത്ത് ഗൈഡൻസ് കുറച്ചിരിക്കുന്നത്. ഗ്രോത്ത് ഗൈഡൻസ് കുറഞ്ഞതിനെ തുടർന്നാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൽ ഇൻഫോസിസിൻ്റെ ADR വെർഷനിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായിട്ടും ഗ്രോത്ത് ഗൈഡൻസ് കുറഞ്ഞതിനെ തുടർന്ന് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൽ ചിലപ്പോൾ നെഗറ്റീവ് ആക്ഷൻ വരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്